ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ. ഒരുപാടധികം ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കണ്ണിൻ്റെ ലേസിക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു, ഫെംറ്റോ ലേസിക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ ഇടയ്ക്ക് കാണാനിടയായി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഏകദേശം ഇപ്പോൾ 3 മാസത്തോളമായി ഞാൻ കണ്ണിൻ്റെ ഫെംറ്റോ ലേസിക്ക് എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്തിട്ട്. എക്സാക്റ്റ് കണക്ക് എനിക്കറിയില്ല, ഏതാണ്ട് ഒരു 3 മന്ത്സോളമായി. അപ്പോൾ നിലവിലെ എൻ്റെ അവസ്ഥ എന്താണ്, അതുപോലെ തന്നെ എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ ഇടയിൽ ചെയ്യേണ്ടി വന്നതെന്നുള്ളത് ആ ഒരു വീഡിയോയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയ്ക്കകത്തുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എടുത്തിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഡിസിഷനിൽ ഒന്നായിരുന്നു ഈ ഒരു ഫെംറ്റോ ചെയ്യുക എന്നുള്ളത്. കാര്യം അതെനിക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ട്. കുറച്ച് മുൻപേ ഞാനത് ചെയ്യേണ്ടതായിരുന്നു എന്നെനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. കാര്യം നമ്മൾ ഡിലേ ആക്കുന്നതിനനുസരിച്ച് ഇതിനകത്ത് ഓരോരോ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇപ്പോൾ ചെയ്യാനിരിക്കുന്നവരാണെങ്കിൽ പോലും ഈ നെർവിൻ്റെ പ്രശ്നങ്ങൾ, നെർവൊക്കെ നമുക്ക് ഓരോ പ്രായം ചെല്ലുന്തോറും ചുരുങ്ങി വരിക കേട്ടോ. അപ്പോൾ നെർവ് ചുരുങ്ങി കഴിഞ്ഞാൽ പിന്നീട് ഇത് ചെയ്യാതെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇനി എൻ്റെ ആ ഒരു ജേണിയിൽ കഴിഞ്ഞ ലാസ്റ്റ് 2 മന്ത്സിൽ നടന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പോലും വെട്ടത്തിലേക്ക് നോക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു സംഭവം കംപ്ലീറ്റ്ലി മാറി കേട്ടോ. ആദ്യമൊക്കെ വെട്ടത്തിൽ നോക്കുന്ന സമയത്ത് വെട്ടത്തിൽ നിന്നൊരു മൂടലും ഒരു സംഭവങ്ങളും ഒക്കെ കണ്ണിലുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഒരു 7 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു സംഭവം കംപ്ലീറ്റ്ലി മാറി. ആകെപ്പാടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് അതായിരുന്നു. കണ്ണിനകത്ത് അങ്ങനെ വേദനയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണിൽ നമ്മൾ ഈ ഫെംറ്റോ ചെയ്തതിന് ശേഷം നമുക്ക് ഈ കണ്ണിൽ കണ്ണീര് ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ കണ്ണീര് ഉണ്ടാവുന്ന പ്രശ്നമായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ബൈക്ക് ഓട്ടിക്കുന്ന സമയത്തോ നമ്മൾ എന്തെങ്കിലും കാറ്റടിക്കുന്ന സമയത്തോ ഒക്കെ പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട്. അതുമാത്രമല്ല, വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഒരുപാട് നേരം ഈ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഡയറക്റ്റായിട്ട് ഒരുപാട് നേരം നമ്മളിങ്ങനെ കണ്ണ് അടയ്ക്കുന്നത് സ്ക്രീനിലൊക്കെ നോക്കുന്ന സമയത്ത് കുറവായിരിക്കും. അപ്പോൾ പെട്ടെന്ന് കണ്ണ് ഡ്രൈ ആയിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കുപ്പി തീർന്ന് രണ്ടാമത് ഞാൻ അഡീഷണലായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പറഞ്ഞാൽ വാങ്ങിച്ച് എനിക്ക് എക്സ്ട്രാ ഒരു മന്ത് കൂടെ കവർ ചെയ്യേണ്ടി വന്നു. ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ളൊരു ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞ് ഞാൻ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. എനിക്ക് തിയേറ്ററിൽ പോകണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം ഇന്നേ വരെ എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് കണ്ണാടി വയ്ക്കാതെ ഇതുവരെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ 3D ഗ്ലാസ്സൊക്കെ വയ്ക്കുന്ന സമയത്തുള്ളൊരു ബുദ്ധിമുട്ടും അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ആദ്യമായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സ്പെക്സ് ഇല്ലാതെ ഞാൻ പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിലുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സിനിമയിലെ കുറച്ച് എമോഷണൽ ആയിട്ടുള്ള സീൻസൊക്കെ ഉണ്ട്. നോർമലി കരയേണ്ട കുറച്ച് സീൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ കണ്ണിൽ ടീയേഴ്സ് വരാത്തത് കൊണ്ട് തന്നെ ഇമോഷണൽ സീൻസ് മനസ്സിലുണ്ടെങ്കിൽ പോലും കണ്ണിൽ നിന്ന് ആ ഒരു കണ്ണീര് വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ ടീയേഴ്സ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിൻ്റെ ഇടയിൽ കണ്ണിൽ എന്തെങ്കിലും ഒരു സമയത്ത് എൻ്റെ കണ്ണിൽ ചെറുതായിട്ട് പൊടി പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കണ്ണീരാണ് ഈ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ഇത് കണ്ണിനകത്ത് നിന്ന് എടുത്ത് കളയുന്നതിന് വലിയൊരു പങ്ക് വഹിക്കുന്നത്. അപ്പോൾ ഈ സാധനം വീണിട്ട് എങ്ങനെയൊക്കെ നോക്കിയിട്ടും പോകുന്നില്ലായിരുന്നു. പിന്നെ ആർട്ടിഫിഷ്യൽ ടീയേഴ്സ് നിറയെ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു കരടൊക്കെ എടുത്ത് കളഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചെറിയ സംഭവങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി എന്നുള്ളതല്ലാതെ, ആ ഒരു 8 ദിവസം കഴിഞ്ഞ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ടീയറൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഇപ്പോൾ എനിക്ക് എൻ്റെ കണ്ണാടി വയ്ക്കുന്നതിന് മുന്നേ എനിക്ക് എങ്ങനെയാണോ കാഴ്ച ഉണ്ടായിരുന്നത് അതേ തരത്തിൽ ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഐ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. 20/20 വിഷൻ എനിക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ടുള്ളൊരു വീഡിയോയും അതിൽ നടന്ന കാര്യങ്ങളും കേട്ടോ. ഈ കണ്ണിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലേസിക്ക് വെച്ചിട്ട് നിങ്ങളുടെ കണ്ണിൻ്റെ സംഭവം നിങ്ങൾക്ക് ഒരു ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു സ്പെക്സ് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ കണ്ണ് ശരിയാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളത് എങ്ങനെയും ചെയ്യണം കേട്ടോ. ലോൺ എടുത്തിട്ടാണെങ്കിലും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം ആഫ്റ്റർ ഓൾ ഹെൽത്തും നമ്മുടെ ഈ ഒരു കാഴ്ചയൊക്കെ എന്ന് പറയുന്നത്, നമ്മളൊരു ഫോണിന് വേണ്ടിയിട്ട് ഈ കണ്ണ് ഉപയോഗിച്ചുകൊണ്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഫോണിന് ഒരു 1.5 ലക്ഷം രൂപയൊക്കെ മുടക്കി നിങ്ങൾക്ക് ഒരു ഫോൺ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു കണ്ണിന് വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എത്രയും പെട്ടെന്ന് ചെയ്യാൻ നോക്കുക. ഏജ് ഓവർ ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ വേണ്ടിയുള്ള ചാൻസ് ഉണ്ട്. അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നെർവൊക്കെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ
പിന്നെ ആ ഒരു സംഭവമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി എൻ്റെ കണ്ണിൽ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ്, അതായത് എനിക്കിപ്പോൾ ദൂരക്കാഴ്ചയായിരുന്നു ഇല്ലായിരുന്നത്, ഈ ദൂരക്കാഴ്ചയുടെ ഇഷ്യൂ ഇനി വരത്തില്ല. പ്രായമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വരും. കാറ്ററാക്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരേണ്ട സമയത്ത് തന്നെ വരും. ഈ ഒരു സംഭവം ഇനി ഉണ്ടാവില്ലെന്നുള്ളതാണ്. ഇത് കുറച്ച് മുന്നേ കൂടെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു കാഴ്ച മുന്നേ കിട്ടുമായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്ക് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയ്യാൻ പറ്റുന്നത് മാക്സിമം മുന്നേ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എനിക്ക് പറ്റിയൊരു സംഭവം അതായിരുന്നു. കുറച്ച് ലേറ്റായിപ്പോയി, കുറച്ച് മുന്നേ ചെയ്യായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു കണ്ണിൻ്റെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പവർ കോൺസ്റ്റൻ്റ് ആവണം. കണ്ണാടി നിങ്ങൾക്ക് 6 മാസം 1 വർഷം കൂടുമ്പോഴൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടാവാം. ചെക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കഴിഞ്ഞൊരു 1-2 വർഷമായിട്ട് നിങ്ങൾക്ക് പവർ വ്യത്യാസം വന്നിട്ടില്ല എങ്കിൽ ഇറ്റ്സ് ദ പെർഫെക്റ്റ് ടൈം ടു ഡു ദ ലേസിക്. അപ്പോൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു പവർ നിൽക്കുകയും ആ ഒരു കാഴ്ചശക്തി കിട്ടുകയും ചെയ്യും കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ എടുത്തിട്ടുള്ളതിൽ ബെസ്റ്റ് ഡിസിഷൻ എവർ.